ഇവിടെ വന്ന് തൂങ്ങി പിടിച്ചേക്കാനായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്നാ പോരായിരുന്നു. അതല്ലെന്നേ, എന്ത് ഞാൻ ആലോചിക്കണതല്ല, ഈ അമേരിക്ക ഇറാനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇവര് നിർത്തണം എന്ന് പറയണ അല്ലാണ്ട് നിർത്തണില്ലല്ല. അതിപ്പോ നമ്മുടെ ജീവിതം പോലെയാണ്. നമ്മളെപ്പോഴും മഴക്കണ്ടാകാൻ നേരത്ത് നീ നിർത്തിയെന്ന് പറയും, ഞാനും നിർത്തിയെന്ന് പറയും. എന്നിട്ട് നിർത്തണ്ട, നിർത്തിയങ്ങൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലേ. നിർത്തിയങ്ങളാ? നിർത്തിയങ്ങളാണല്ലോ. ഇവിടെ കിടന്നതുള്ളും അവിടെ കിടന്നതുള്ളും. ഈ തുള്ളി അവസാനം വെടിക്കോപ്പുകളൊക്കെ തീരാൻ നേരത്തെ അവസാനം യുദ്ധം അവസാനിക്കും. ഇത് എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ആണുങ്ങൾ ഭരിച്ചിട്ടാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾ ഭരിക്കണം. പെണ്ണുങ്ങൾ ഭരിച്ചുള്ള ഗുണം കണ്ട, ഇന്ദിരാഗാന്ധി ഭരിച്ചു, എലിസബത്ത് രാജ്ഞി ഭരിച്ചു, വല്ല കുഴപ്പമുണ്ടായാ? എന്നിട്ട് ആരും മരിച്ചില്ല. ഇതിപ്പോ നിങ്ങള് ആൾക്കാരെ കൊല്ലണല്ലേ വെറുതെ. അവരൊക്കെ റേഷൻ കാർഡിൽ കയറിയത് കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പെണ്ണിനൊന്നും ഒരു കൂട്ടൊരാണ് വേണം. ആണില്ലാതെ പെണ്ണില്ല. പിന്നെ പെണ്ണുങ്ങളാണ് എല്ലാത്തിനും മുന്നില്. എടി, ഈ ലോകത്ത് നമ്മുടെ പ്രാഥമിക ആവശ്യം എന്താണ്? ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതൊന്നുമല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ജീവിക്കും. ഫോണാണ് ആവശ്യം. ഫോൺ എപ്പോഴും എന്താണ്? ആൻഡ്രോയിഡാണ്, പെൻഡ്രോയിഡ് അല്ല. അവരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ആണുങ്ങൾ മുമ്പിലാണ്. ഫോണേ ആൻഡ്രോയിഡ് ആയത് നന്നായി. പെൻഡ്രോയിഡ് എങ്ങനെ ആയിരുന്നെങ്കിലേ നിങ്ങൾ തോണ്ടി പോക്സോ കേസിൽ അകത്ത് പോയേനെ. പിന്നെ തോണ്ടി അകത്ത് പോയാൽ പുറത്തിറക്കാൻ ഞങ്ങൾക്കറിയാം. എടി, ഈ പെണ്ണുങ്ങൾ കാരണമാണ് 2 യുദ്ധം വരെ നമ്മുടെ ഈ ലോകത്തുണ്ടായത്. രാമായണവും മഹാഭാരതവും. എന്റെ മനുഷ്യ, നിങ്ങളുടെ പുരാണം പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. ദേ ഒച്ചപ്പാടായി, ബെല്ലടിക്കാൻ നേരമായി. നിങ്ങളൊരു മലയാള അധ്യാപകൻ, ഞാനൊരു മലയാള അധ്യാപകൻ. ഇപ്പൊ ക്ലാസ് തുടങ്ങും. അതിനുപരി നിങ്ങൾ എന്റെ ഭർത്താവാണെന്നുള്ള ധാഷ്ട്യം ആദ്യം നിർത്തും. ഞാനെന്താ ധാഷ്ട്യം എടുത്തെന്നോ നീ പറയണത്? ഞാൻ പറയണത് എന്താണെന്നറിയോ? എങ്ങനെ പോയാലും പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആണുങ്ങൾ. എന്ത് കഴിഞ്ഞിട്ടേ ഉള്ളു ആണുങ്ങൾ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. കാമുകി കാമുകൻ, വധു വരൻ, ഭാര്യ ഭർത്താവ്, മാതാപിതാ, ഇതിലൊക്കെ നോക്കിക്കേ, പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആണുങ്ങൾ. ഇനി എന്തിനാ അധികം പറയണത്? ഇനിയിപ്പോ ഒരു പെണ്ണ് കാമുകിയായി ഗർഭിണിയായി, കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ആരാ? ഒരാണാണ്, പെണ്ണല്ല. അതുകൊണ്ടാ ഞാൻ പറയണത്, പെണ്ണുങ്ങളുടെ പുറകിലെ എപ്പോഴും ആണുങ്ങൾ വരുള്ളൂ. അത് മലയാളത്തിലേ. മറ്റു ഭാഷകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾ തന്നെയാണ് മുമ്പിൽ. ആര് പറഞ്ഞു? നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് നോക്കിക്കേ. ഷീന്ന് എഴുതി കഴിഞ്ഞാൽ ഹീ പുറകിലാണ്. ഇനി ഫീമെയിൽ എടുത്താലാ ആരാ പുറകില്? മെയിലാണ് പുറകില്. വുമൺ എഴുതിയാലും മാൻ അല്ലേ പുറകില്. ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ ആണുങ്ങള്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു പുരുഷന്റെ ജീവിത വിജയത്തിന്റെ പിന്നിൽ എപ്പോഴും ആരായിരിക്കും? അത് ചോദിക്കാനുണ്ടാ? എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും. എന്റെ ജീവിത വിജയത്തിന്റെ പിന്നിൽ ആരാണ്? അത് പിന്നെ ഞാനല്ലേ. അപ്പൊ നിന്റെ സ്ഥാനം എവിടെയാണ്? പുറകില്. മതി, എനിക്ക് അത് മതി. ഇറങ്ങിക്കോ. രാശേ, ഇതാണ് സൈറ്റ് കേട്ടാ. ഇതാണോ സൈറ്റ്? ഇതാ സൈറ്റ്. ഇവിടെ എന്താ മുരളി പണി? ഏത് പണിയെന്നില്ല, എല്ലാ പണിയും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് രാശേ. നമ്മൾ പണിയെടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇപ്പം നീ എന്നെ നോക്കിയേ, ഞാൻ ഈ തൊഴിലാളികളെ സപ്ലൈ ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയല്ല ഞാൻ. വല്ലതും ഉണ്ടായിട്ടാണോ? പക്ഷെ അതിനും ഒരു മഹത്വമുണ്ട്. പിന്നെ ഏൽപ്പിക്കുന്ന പണി കൃത്യമായിട്ട് ചെയ്യണം. എനിക്കിട്ട് പണിയാൻ നിൽക്കല്ലോ കേട്ടോ. ഒരു കാര്യം ചെയ്യേ, മധുജോട് വണ്ടിയെ കയറ് കേട്ടോ. രാശേ, പണി തുടങ്ങിക്കോ. ഞാൻ ഒറ്റക്കുള്ളൂ ഇപ്പൊ ഇവിടെ. പോരെ, നീ ഒറ്റയ്ക്ക് പോരെ. പിന്നെ ഒരു കാര്യം മറക്കരുത്, എല്ലാ പണിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് കേട്ടാ. അപ്പം ശരി, കറിക്കോ. ഓക്കെ. വിജയ, വണ്ടിയെട. ഓക്കെ. ആഹാ, നീ പറമ്പ് വൃത്തിയാക്കലും കഴിഞ്ഞ് കത്തിക്കലും കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു നീ വൈകുന്നേരം വരെ നിൽക്കുന്നു. ഇത് 1 മണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ. ചത്തു പണിയെടുത്തല്ലേ? പിന്നെ നമ്മള് അപ്പൊ തന്നെ സംഗതി വലിച്ചു കൂട്ടി അങ്ങോട്ട് കത്തിയിട്ട്. അതായത് മഴ വരുന്നതിന് മുമ്പ് കത്തി തീരും. ഇത് കത്തിത്തീരും, ഇപ്പൊ തന്നെ തീരും. ഇത് കത്തിത്തീരും. ഞാൻ അതെല്ലാം സംഗതി സെറ്റാക്കി. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് വല്ല പണിയുണ്ടാ? ഇതില്ല, മണി ഇപ്പൊ 4 4 2:30 ആയിട്ടുള്ളു. 2:30 ആയിട്ടുള്ള 2:30 ആയിട്ടുള്ള. അതിന് മുമ്പ് നിന്റെ പണി തീർത്തല്ല. ആ പണി തീർത്തത് പട്ടിയെ പോലെ പണിയെടുത്തെന്ന് തോന്നല്ലേ? ഇപ്പൊ തന്നെ കത്തിത്തീരും കേട്ടാ. ഇപ്പൊ ഏതായാലും വൃത്തിയായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ടേ ആ ഭാഗം കൂടി ഒന്നും ക്ലീൻ ആക്കണം. ക്ലീൻ ചെയ്യണം അല്ലേ? മോലാളത്ത് പറഞ്ഞാൽ മതി. എന്റെ മോലാളി ഉണ്ടല്ലോ, മോലാളത്ത് പറഞ്ഞാൽ മതി. മോലാളിയാണ് മോലാളി ഞാൻ 500 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പൊ 500 നിന്റെ ഇരിക്കട്ടെ. അല്ല, അതേ 500 വേണ്ട, എനിക്കൊരു 400 തന്നാ മതി. പോടാ അവിടെ നിന്ന്. നിനക്ക് എന്താണ് പൈസക്ക് ഇത്ര വിഷമം ഇല്ലേ? അല്ല അതല്ലേ, ഞാനീ
ആകെ 1 മണിക്കൂറല്ലേ പണി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് പണിക്ക് പണിയല്ലേ ചെയ്യേണ്ടത്? അത് ഞാനധികം പണി എടുത്തിട്ടില്ലല്ലോ, ഞാൻ വെറുതെ തീ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പണി മുഴുവൻ തീയല്ലേ എടുക്കണത്. അതുകൊണ്ട് ഇത് വെച്ചിട്ടെ ഒരു 400 തന്നാ മതി. എടാ എന്താണ് നിനക്ക്? നാളെയും കാണണ്ടല്ലേ. മുതലാളി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓരോ പണിക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്, നമുക്ക് പണം ആവശ്യമുള്ളെന്ന് പറഞ്ഞിട്ട്. നമുക്ക് പണമാണ് മുഖ്യം. 400 മതിയാ? 400 മതി. 450 ഇരിക്കട്ടെ. എന്നെ പോലത്തെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ അതെ 400 50 രൂപ ഞാൻ കുറച്ചിട്ടുള്ളൂ. കുറച്ചല്ല, ഞാനായിട്ട് കുറപ്പിച്ചല്ലേ. അതെന്താണെങ്കിലും അപ്പൊ ഓക്കെ, സന്തോഷം. ഇങ്ങനെ പണിയെടുത്താൽ കൂലി മേടിക്കാതെ ഒരുത്തരാ നിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണട്ടെ. നമ്മൾ നാളെയും കാണണ്ടല്ലോ, അതുകൊണ്ടിട്ടാ. ഓക്കെടാ, ഇപ്പൊ കത്തി തീരുട്ടത് റെഡിയാക്കി തരാൻ. ഓക്കെ എന്നാ. ഓക്കെ. ഹലോ, കഴിയില്ലേ? തീരാറേ. നീ കറിവേപ്പിലേക്ക് പണി ചെയ്ത് നീ കറിവേപ്പില പോലെ അല്ലടാ. എല്ലാരും പറയണ്ട അവസാനം ഞാൻ കറിവേപ്പില ആകുമെന്ന്. എടാ സമയം കേട്ടോ, സമയല്ലേ? അല്ലെ കഴിഞ്ഞു നമ്മളെ പണി കഴിഞ്ഞു. എത്രയായിരുന്നു നിന്റെ പൈസ? പൈസ നമ്മൾ തമ്മിൽ കണക്ക് പറയണം. അല്ല കണക്കില്ല, നല്ല ഒരു മിനിമം തച്ചുണ്ടല്ലോ. ഇത് 1000 രൂപ. 1000 രൂപ പോരെ? അല്ല അതല്ല ഇത് പോരെങ്കിൽ തരാട്ടാ. കൂടുതലാണിത്. കൂടുതലാ? സാധാരണ എല്ലാരും മേടിക്കും 1000 1200 മേടിക്കും. 1200 മിനിമം മേടിക്കണത്. ഒരു കാര്യം ചെയ്യും, ഈ 500 വെച്ചിട്ട് ഒരു 300 തന്നത് 800 തന്നത് എനിക്ക് മതിന്ന്. അല്ല അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അല്ല അങ്ങനെയല്ല, അത് ഞാൻ അധികം പണിയൊന്നും എടുത്തിട്ടില്ലല്ലേ. ഞാനല്ല പണി എടുക്കുന്നത്. പണി അറിയാമോ, ഞാനിത് നാളെ നിന്നെ വിളിക്കുമ്പോഴേ നീ പൈസ കുറവാണല്ലോ മേടിക്കണം എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടാകരുത്. എനിക്ക് 300 മതി. ഇപ്പൊ 800 രൂപ 500 ഒരു കാര്യം 400 എന്റെ 900 രൂപയെങ്കിലും ഇരിക്കട്ടെ പ്ലീസ്. കുഴപ്പമില്ല. അല്ല എന്താ അറിയോ, ഞാൻ പണിയെടുക്കല്ല, പണി മുഴുവൻ എടുക്കണേ തൂമ്പാണ്. ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കണല്ലേ ഉള്ളൂ. എന്നാലും മനുഷ്യന് പൈസയുടെ ആവശ്യം ഉണ്ടാവില്ലടാ. അല്ല പൈസ അധികം മേടിക്കാൻ പാടില്ല എനിക്ക്. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട, ഭാര്യയുണ്ട, മറ്റു ബന്ധുത്രാദികളും എല്ലാവരും ഉണ്ടാവും. ഞാൻ ഒറ്റത്തടിയല്ലേ. ഈ പൈസ ഒക്കെ ഇങ്ങനെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കള്ളു പിടിച്ച് കളയും. പൈസ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പഠിക്കും പോകില്ല. എനിക്ക് അന്ന് പണിയെടുക്കണം, അന്നന്ന് ജീവിക്കണം, അത്രേ ഉള്ളൂ മൈൻഡ്. എന്നാലും നിന്നെ പോലുള്ള ആൾക്കാർ, ഈ സ്നേഹമുള്ള ആൾക്കാരുണ്ടല്ലോ, തൊഴിലിനോട് ആത്മാർത്ഥമുള്ളവരെ, അവർക്കിടെ സമൂഹത്തിന് ആവശ്യം. നാളെ കാണാം കേട്ടോ. നാളെ മറ്റേ പണി അവിടെ അല്ലേ? തന്നെ അവിടെ. എങ്ങനെയുണ്ട് പണികളൊക്കെ? എങ്ങനെയുണ്ട്? നല്ല പണിയാ. നടുപടിയാണ് പണിയാ. നല്ല പണിയാ. അവരെല്ലാം ഹാപ്പി അല്ലേ? അവരെല്ലാം ഹാപ്പിയാ. അത് മതി. ഞാൻ ഹാപ്പി അല്ല കേട്ടോ. എന്താ മുതലാളി പണി 1000 മേടിക്കേണ്ട അടുത്ത് ഞാൻ 800 മേടിക്കും, 500 മേടിക്കേണ്ട അടുത്ത് 400 മേടിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പണി ചെയ്തോണ്ടിരിക്കണത്. ഞാൻ പറയല്ലേ രാഷ്ട്രീയ, എല്ലാത്തിനും അതിന്റെ ഒരു മഹത്വം ഉണ്ടാ. മുതലാളി ഒരു കാര്യം മനസ്സിലാക്കണം, അവര് തന്നെ നല്ല നോട്ടില്ലേ, അത് ഞാൻ ഇവിടെ വെക്കും. എന്നിട്ട് മുതലാളി തന്ന കള്ള നോട്ടില്ലേ, അത് ഞാൻ അവര് തന്ന നോട്ടാണെന്നും പറഞ്ഞ് അത് 500 അവര് കാണാതെ എടുത്തു കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഞാൻ 400 മേടിക്കണത്. അപ്പൊ മുതലാളിയുടെ കള്ളനോട്ട് 500 അങ്ങോട്ട് പോവുകയും ചെയ്ത് അവര് 400 തന്നത് ഫ്രഷ് ആകുകയും ചെയ്യും. വെരി ഗുഡ്. എടാ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ കള്ളനോട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് നഷ്ടമാണേ. ഇവന്റെ കാര്യം ഇതാ. എടാ നീ നഷ്ടത്തെ ഓർത്ത് വേവലാതിപ്പെടണ്ട. നിന്റെ നഷ്ടം ഞാനങ്ങ് തീർത്താ പോരെ. ഇതേ 2000 രൂപ നീ പിടിച്ചു. ഈ നോട്ട് എനിക്ക് വേണ്ട മുതലാളി. അതിനാണ് എനിക്ക് മുതലാളി 2000 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. എല്ലാത്തിനും അതിൻ്റെതായ ഒരു മഹത്വം ഇല്ല മുതലാളി. എത്ര ആളുകൊണ്ട് പറഞ്ഞിട്ടാണ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മൂടാമുഞ്ഞി പോലെ ഇരിക്കുന്നത്. എന്നോടൊന്നും മിണ്ടണ പോലും ഇല്ല. ഇതൊരു മനുഷ്യൻ. ചേട്ടാ ഇരിക്കണ ആളൊക്കെ ഉണ്ടാ ആ ബെഞ്ചിൽ. ഇത് അത് ആ പുള്ളി പണ്ടിന് പെണ്ണ് കാണാൻ വന്നത്. അതുപോലെ തന്നെ ഇരിക്കണം ഇപ്പോഴും. അവന്റെ ഭാഗ്യം കണ്ണിക്കൊള്ളേണ്ടത് വിരികത്തോണ്ട് പോയി. ഓ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കഷ്ടകാലാണെന്നല്ലേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലേ? കണ്ണേ കരളെ പൊന്നെ പോറ്റിയെന്നും വിളിച്ചോണ്ട് നടന്നിരുന്ന മനുഷ്യനാ. ഇപ്പൊ ആ സ്നേഹമൊന്നും ഇല്ലേ? ജീവിതത്തിന്റെ പകുതി ആയുസ് നുണ പറഞ്ഞ് തീർത്ത്. ഇനി സത്യം പറഞ്ഞ് ജീവിക്കാന്ന് വരും.
വായിന്നോട്ടാണിത്. കണ്ണടച്ച കണ്ണിനകത്ത് മുഴുവൻ ഞാനാണെന്ന് എത്ര നാളും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ കണ്ണ് തുറന്നപ്പോ കണ്ട പെണ്ണുങ്ങളാണല്ലോ നോക്കണത്. കണ്ണടച്ച നീ തന്നെയാണ്, പക്ഷെ കണ്ണ് തുറന്നാലാണ് പ്രശ്നം.